നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം അതാണ് എല്ലാവർക്കും അറിയാവുന്ന കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന ദ്രാസിലുള്ള ഈ സ്ഥലം. അതിന്റെ പേര് കാർഗിൽ വാർ മെമ്മോറിയൽ. കണ്ടു വേണം, ഇത് ദ്രാസിലാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് ആ യുദ്ധം കാർഗിൽ യുദ്ധമായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർ മെമ്മോറിയൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകിൽ കാണുന്ന ആ മല, അതാണ് തോളോലിംഗ് മൗണ്ടൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പാകിസ്ഥാനീസ് നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തു എന്ന് അറിയുന്നത് ഈ മലയുടെ മുകളിൽ കയറുന്നതിനാണ്. അപ്പൊ ഈ മല പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ പട്ടാളം 34 ദിവസം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് മരിച്ചത് 400 ചില്ലാനും പട്ടാളക്കാരായിരുന്നു. ഈ ഇത്രയും ചെറിയൊരു മല പിടിച്ചെടുക്കാൻ എന്തുകൊണ്ട് ഇത്രയും സമയം പിടിച്ചു എന്ന് ചോദിച്ചാൽ, മുകളിലിരിക്കുന്ന പാകിസ്ഥാനീസിന് വളരെ ഈസി ആയിരുന്നു താഴ്ത്തുനിന്ന് കയറി വരുന്ന ഓരോരുത്തരും വെടിവെച്ച് വീഴ്ത്താൻ. എന്നാലും ഇന്ത്യൻ പട്ടാളം ഒരടി പോലും പുറകിലോട്ട് വെക്കാതെ ഓരോരോ അടി ഓരോരോ ദിവസമായിട്ട് കയറി ആ സ്ഥലം പിടിച്ചെടുത്ത് ആ പിടിച്ചെടുത്തതിന് ശേഷം പിന്നീടുള്ള 7 കിലോമീറ്റർ പിടിച്ചെടുക്കാൻ അവർക്ക് വെറും 7 ദിവസം മാത്രമേ വണ്ടി വന്നു. പിന്നീട് പാകിസ്ഥാനീസ് ഓട്ടം തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പാകിസ്ഥാനീസിനെ ഏകദേശം 7-8 കിലോമീറ്ററോളം അവരെ ഉള്ളിലോട്ട് അങ്ങ് തള്ളിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ നാഷണൽ ഹൈവേ 1A ഈസ് സേഫ്. അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനീസ് കനോട്ട് see directly. So we are waiting for the kids, the brave boys and the girls of this mission, Kargil, that is Malabar Gold and Diamonds mission Kargil. One mission is seeing this war memorial and explaining to the kids, the boys. ഞാൻ എപ്പോഴും കിഡ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ കിഡ്സ് എന്ന് വിളിച്ചപ്പോൾ സാർ ഞങ്ങൾ കിഡ്സോ എന്ന് ചോദിച്ചു. അവര് എന്നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും കുട്ടികൾ തന്നെയാണ്. ബട്ട് ദെൻ ഐ ക്യാൻ സീ ദെയർ ഇമോഷൻസ് വെൻ ദേ ഗോ ത്രൂ ഓൾ ദിസ് തിങ്. ഇത് കാണുന്ന സമയത്ത് അവരുടെ കണ്ണു നിറയുന്ന കാണുന്ന സമയത്ത് ഞാനും അറിയാതെ കണ്ണു നിറയാറുണ്ട് ചില സമയത്ത്. കാരണം വി ഓൾ ആർ ഇമോഷണൽ ആനിമൽസ്. സോ വി ഗോട്ട് ലവ് ഇൻ അവർ ഹാർട്ട്. വിൽ റിമെയിൻ ഓൾവേസ് ടു നോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം പഠിക്കുക എന്നുള്ളത് അതൊരു സിസ്റ്റമാക്കി മാറ്റേണ്ടത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ വന്നു പോകുമ്പോഴാണ്. We'll wait for them. കാർഗിലിന്റെ യുദ്ധസ്മാരകത്തിലേക്ക് കടന്നുചെന്ന മിഷൻ കാർഗിൽ സംഘത്തിന് ദേശഭക്തിയുടെ സ്വാഗതമരുളിക്കൊണ്ട് മഞ്ഞുമഴയും ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയായി പറന്നിറങ്ങി. കനത്ത മഞ്ഞുവീഴ്ചയിലും ശത്രു സൈന്യത്തിനെതിരെ 1 മാസത്തിലധികം മലനിരകളിൽ ഇഞ്ചോടിഞ്ച് മുന്നേറിയ ഇന്ത്യൻ സൈന്യം. കൂടെയുള്ളവർ വേർപിരിയുമ്പോഴും തളർത്താത്ത വിപ്ലവ വീര്യവുമായി തിരിച്ചടിച്ച് തകർത്ത് കയറിയ ഇന്ത്യൻ സൈന്യം. ഓരോ ചുവടും കാർഗിൽ മലനിരകളിലൂടെ ഇന്ത്യൻ സേന മുന്നേറുമ്പോഴും തിളയ്ക്കുന്ന ദേശഭക്തിയുടെ കുതിപ്പുകളായിരുന്നു ഓരോ ഭാരതീയന്റെ ഹൃദയത്തിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. സായുധ പോരാട്ടത്തിൽ അന്തിമ വിജയം നേടി ഇന്ത്യ പാകിസ്ഥാന് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പരാജയപ്പെടുത്തിയപ്പോൾ ഭാരതത്തെയും ഭാരതീയരെയും കണ്ണീരിലാഴ്ത്തി കടന്നുപോയത് 522 ധീരദേശാഭിമാനികളായ ജവാന്മാരായിരുന്നു. ഓപ്പറേഷൻ വിജയ് എന്ന് ഭാരതം പേരിട്ട് വിളിച്ച കാർഗിൽ യുദ്ധവിജയത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ മഹാത്യാഗികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇപ്പോഴും കത്തിനിൽക്കുന്നു. ദേശഭക്തിയുടെ ഒരുപാട് കെടാവിളക്കുകളായി.
Just look at this. Look at this. This side, come close. If somebody is behind, come to this side also. जो एक एग्रीमेंट किया गया था 1972 शिमला समझौता, उस एग्रीमेंट में एक साइन किया गया था कि दोनों देश की आर्मी विंटर में डाउन हो जाएंगी यहाँ से, क्योंकि विंटर जिसमें आपको सेकंड कोल्डेस्ट नेवर प्लेस इन द वर्ल्ड, -60 वो रिकॉर्ड टेम्परेचर है यहाँ का. Acha, another thing, when this attack came onto this Tololing, how the war started. These buggers, Pakistani so-called Mujahideen, the Pakistani troops, have occupied this Tololing sector on top during breaking all the Simla Convention and everything, they came and sat. The basic reason was, in 1999, the snow melted the Pakistani side. Western side, the snow melted faster than the Indian side. So what happened? They could come up and occupy this place. They have came right on top of this Tololing, which is right behind this memorial. So you can imagine, जैसे साहब ने बताया था, उनका basic idea was to dominate this National Highway 1A so that they can cut all the supplies which will be coming from during the summer season. We fill up the complete supply to Leh, Ladakh, Kargil and Siachen sector in Leh. So if the Pakis could cut this 1A, then no supply will go from here. So when the supply is not there for 6 months in Leh, Ladakh and this complete area, Indian army will become weaker. So that was the basic reason for that Musharraf idiot, I'll call him like that, he thought, so he thought this way he can control. Now, here we all salute the soldiers for one reason. 34 days took for them to capture this first Tololing. It is hardly anything. What was the reason? The Indian army became the sitting duck. Because they are sitting on top and watching him killing every soldier coming like this. They were climbing up. But the Indian army never withdrew, kept on fighting, and there were some places where soldiers' dead bodies were used to step up. You can just imagine. Because when the soldiers died, they were shouting that, ki, use me. This is the kind of spirit the soldiers showed during this war. That is why today we are proudly standing here. The great soldiers, 522 soldiers died, laid their life for this country. Again, you'll ask why we haven't seen them. Because the soldiers don't have any sponsors like cricket players. രാജ്യത്തിനു വേണ്ടി മാത്രം മണഞ്ഞുപോയ ഈ ധീരയോദ്ധാക്കളുടെ സ്മൃതികളിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാകയും പാറിക്കളിക്കുന്നു. കാർഗിലിന്റെ കൊടുന്തണുപ്പിലും തണുക്കാത്ത ദേശഭക്തിയുടെ ആവേശവുമായി. Okay? You understood? So give a big salute and हमेशा भारत माता की जय. भारत माता की जय. भारत माता की जय. भारत माता की जय. जय. Flame the Jyoti. Okay.
Why I am hurrying? Snowfall is going to happen. അതുകൊണ്ട് അതിന് മുകളിലെല്ലാം സ്നോ വീണ് തുടങ്ങി.